സ്റ്റോറി ശിവ. പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ VI. പുനർവിവാഹം. രാത്രി 10:30 കഴിഞ്ഞു. കഞ്ചാവ് ബീഡിയുടെ അവസാനത്തെ പഫും വലിച്ചു തീർത്ത ശേഷം രാജേഷ് പറമ്പിലേക്ക് മലർന്നു കിടന്നു. അവൻ്റെ അടുത്ത് തന്നെ സുധിയും ജോഷിയും ഉണ്ട്. അവരുടെ അടുത്ത് നിലത്തായി ഒരു ഫുൾ ബോട്ടിൽ മദ്യത്തിൻ്റെ ഒഴിഞ്ഞ കുപ്പിയും 2 ലിറ്റർ വെള്ളത്തിൻ്റെ കുപ്പിയും 3 കുപ്പി ഗ്ലാസ്സുകളും കിടപ്പുണ്ട്. ഗൾഫുകാരൻ തോമസ് മേടിച്ചിട്ടിരിക്കുന്ന ഒഴിഞ്ഞ പറമ്പാ അത്. 3 പേരും കൂടി സന്ധ്യ കഴിഞ്ഞപ്പോൾ മുതൽ അവിടെ ഇരുന്ന് കുടിക്കാൻ തുടങ്ങിയതാ. അവസാനം മദ്യം തീർന്നപ്പോൾ ലഹരി പോരെന്നും പറഞ്ഞ് കഞ്ചാവ് ബീഡി കൂടി വലിച്ചു തുടങ്ങിയത്. ജോഷി എവിടുന്നോ ഒപ്പിച്ചുകൊണ്ട് വന്നതാ അതൊക്കെ. ആളിയോ, ഞങ്ങൾ വിചാരിച്ച പോലൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ അന്വേഷിച്ചിടത്തോളം നല്ല കാശും പിടിപാടും ഉള്ള ആളാ ആ അഭിഷേക്. അതുകൊണ്ട് അവനിട്ട് പണി കൊടുക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചിലപ്പോൾ തിരിച്ച് നല്ല 8ൻ്റെ പണി കിട്ടിയെന്ന് വരും. രാജേഷിനെ നോക്കിക്കൊണ്ട് സുധിയ പറഞ്ഞത്. എന്ന് കരുതി നമ്മൾ വെറുതെ കയ്യും കെട്ടി നോക്കിയിരിക്കണോ? അവൻ പറഞ്ഞത് നീയും കേട്ടല്ലേ? ആ പന്നൻ്റെ ആഗ്രഹം അടക്കിയിട്ട് അവളെ ഇവന് കൊടുക്കാമെന്ന്. അങ്ങനെ കണ്ടവൻ ചവച്ചുപ്പുന്നത് തലയിൽ വെക്കേണ്ട ഗതികേടൊന്നും എന്തായാലും ഇവനില്ല. ജോഷി സുധിയെ നോക്കി പറഞ്ഞു. കഞ്ചാവിൻ്റെ ലഹരി കൂടി സിരകളിൽ പടർന്നു തുടങ്ങിയതോടെ രാജേഷ് ആകെക്കൂടി ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു. അതിനിടയിൽ സുധിയും ജോഷിയും കൂടി പറഞ്ഞത് കേട്ടതും അവന് നിയന്ത്രണം വിട്ടു തുടങ്ങി. അവൻ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. ഒരഭിഷേക് വന്നിരിക്കുന്നു, ചേറ്റ എന്നും പറഞ്ഞ് നിലത്തേക്ക് കാട്ടിച്ച് തുപ്പിക്കൊണ്ട് രാജേഷ് തുടർന്നു. ആ പന്ന മോന് ഈ രാജേഷ് ആരാണെന്ന് അറിയിച്ചു കൊടുക്കുന്നുണ്ട്. അവൻ്റെ എച്ചിൽ ഞാനല്ല, എൻ്റെ എച്ചിൽ അവനാ തിന്നാൻ പോകുന്നത്. നിങ്ങൾ കണ്ടോ? എന്തോ മനസ്സിൽ ആലോചിച്ചുറപ്പിച്ച മട്ടിൽ രാജേഷ് പറഞ്ഞു. രാജേഷ് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ സുധിയും ജോഷിയും കൂടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. നോക്കിയിരിക്കാതെ എഴുന്നേറ്റ് വാടാ. ഈ രാത്രി ഈ രാജേഷിന് വേണ്ടി മാത്രമുള്ളതാ. രാജേഷ് പതിയെ എഴുന്നേറ്റ് മുണ്ട് മുറുക്കി എടുത്തുകൊണ്ട് പറഞ്ഞു. ഡാ, നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങളോടും കൂടി പറ. സുധി പറഞ്ഞു. അതൊക്കെ പോകുമ്പഴി പറയാം. അതും പറഞ്ഞുകൊണ്ട് രാജേഷ് നടന്നു തുടങ്ങി. രാജേഷ് എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സുധിയും ജോഷിയും കൂടി എഴുന്നേറ്റ് അവൻ്റെ പിന്നാലെ നടന്നു. വാതിലിൽ തുടരെയുള്ള മുട്ടുകെട്ടാണ് ശ്രീധരൻ ഉണർന്നത്. ഇതാരാ ഈ നേരത്ത്? പിന്നെ അരയിലെ മുണ്ട് മുറുക്കി എടുത്തുകൊണ്ട് ചെന്ന് ഉമ്മറവാതിൽ തുറന്നു. വാതിൽ തുറന്ന പാടെ മുന്നിൽ നിൽക്കുന്ന രാജേഷിനെ കണ്ടതും ദേഷ്യം കൊണ്ട് അയാളുടെ മുഖം വലിഞ്ഞു മുറുകി. എന്താടാ നിനക്ക്? ചോദ്യം പൂർത്തിയാക്കും മുമ്പേ തന്നെ രാജേഷ് ശ്രീധരനെ പിടിച്ച് അകത്തേക്ക് ആഞ്ഞു തള്ളി. അപ്രതീക്ഷിതമായുള്ള ആ തള്ളലിൽ കാലുകൾ വെച്ച് ശ്രീധരൻ പിന്നിലേക്ക് വീണുപോയി. പെട്ടെന്ന് തന്നെ രാജേഷ് അകത്ത് കയറി. പിന്നാലെ അവൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സുധിയും ജോഷിയും കൂടി കയറി വാതിലടച്ച് കുറ്റിയിട്ടു. ഡാ! ശ്രീധരൻ അലറിക്കൊണ്ട് എഴുന്നേൽക്കാൻ തുനിഞ്ഞതും അയാളുടെ അടിവയർ നോക്കി രാജേഷ് ഒരു തൊഴി വെച്ചു കൊടുത്തു. വേദന കൊണ്ട് ശ്രീധരൻ കിടന്ന് പുളഞ്ഞുപോയി. ശബ്ദം കേട്ട് സാവിത്രിയും കല്യാണിയും മുറിവിട്ട് പുറത്തേക്കിറങ്ങി. അച്ഛൻ നിലത്ത് വീണ് കിടക്കുന്നു. അച്ഛൻ്റെ അരികിൽ രാജേഷും സുധിയും ജോഷിയും എന്തോ പകയോടെ നിൽക്കുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ ഒരു നിമിഷം കല്യാണി ഭയന്നുപോയി. പിന്നെ വെപ്രാളത്തോടെ അച്ഛ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് കല്യാണി ഓടി ശ്രീധരൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. അടുത്ത നിമിഷം അവളുടെ മുടിക്കുത്തിൽ പിടിച്ചുകൊണ്ട് രാജേഷ് അവളെ എഴുന്നേൽപ്പിച്ചു നിർത്തി. അത് കണ്ടതും തടയാനെത്തിയ സാവിത്രിയെ ഒറ്റയടിക്ക് തന്നെ ജോഷി താഴെയിട്ടു. എഴുന്നേൽക്കാൻ തുടങ്ങിയ ശ്രീധരനെ അതിനാവാത്ത വിധം സുധി ചവിട്ടി അവശനാക്കാൻ ശ്രമിച്ചു. സാവിത്രിയും കല്യാണിയും കൂടി ഭയത്തോടെ കിടന്ന് നിലവിളിച്ചു. നിർത്തടി, ഒറ്റൊരെണ്ണത്തിൻ്റെ ശബ്ദം പോലും ഇവിടെ ഉയർന്നു പോരുത്. പോയാ പിന്നെ ഒരാളുടെ ശരീരത്ത് ജീവൻ ബാക്കി കാണില്ല. രാജേഷ് അലറിക്കൊണ്ട് പറഞ്ഞു. അതോടെ ഭയന്നു പോയ സാവിത്രി പെട്ടെന്ന് ഒച്ചയുണ്ടാക്കുന്നത് നിർത്തി വായ്ക്ക് മുകളിൽ കൈത്തലം വെച്ചുകൊണ്ട് ഭിത്തിയോട് ചേർന്നിരുന്നു. കല്യാണി അവിടെ കുതിറിമാറാനാവുന്ന വിധം ശ്രമിച്ചുകൊണ്ടിരുന്നു. അതേസമയത്ത് അപ്പുറത്തെ വീട്ടിലെ മീനാക്ഷിയമ്മ നല്ല ഉറക്കത്തിലായിരുന്നു. മരുന്ന് കഴിച്ച് അതിൻ്റെ സെഡേഷനിൽ ആഴത്തിലുള്ള ഉറക്കത്തിലായതിനാൽ ശ്രീധരൻ്റെ വീട്ടിൽ നിന്നുള്ള ശബ്ദങ്ങളൊന്നും അവർ കേട്ടതേയില്ല.
ഹെഡ്സെറ്റിൽ വോളിയം കൂട്ടിവെച്ച് പാട്ട് കേട്ട് കിടക്കുന്നതിനാൽ കാർത്തിയും ശബ്ദമൊന്നും കേട്ടില്ല. കാശിനാഥനാണെങ്കിൽ ഓട്ടം കഴിഞ്ഞ് എത്തിയിട്ടും ഉണ്ടായിരുന്നില്ല. ഇനി താൻ ഇവളുടെ കല്യാണം നടത്തുന്ന എനിക്കൊന്ന് കാണണം. രാജേഷ് ഒരു പൊട്ടിച്ചിരിയോടെ ശ്രീധരനെ നോക്കി. അപ്പോഴേക്കും രക്ഷപ്പെടാനായി കല്യാണി രാജേഷിൻ്റെ കൈത്തണ്ടയിൽ കടിച്ചു. വേദനയിൽ പുളഞ്ഞ രാജേഷ് ദേഷ്യത്തിൽ അവളെ ഭിത്തിയുടെ നേർ കാഞ്ഞു തള്ളി. ഭിത്തിയിൽ പോയി തലയടിച്ചതിൻ്റെ ആഘാതത്തിൽ കല്യാണി തളർന്ന് പതിയെ താഴെ കൂർന്നിരുന്നു പോയി. പതിയെ അവളുടെ കണ്ണുകളിൽ ഇരുട്ട് പടരുന്നത് അവൾ അറിഞ്ഞു. രാജേഷും സുധിയും കൂടി ബലം പ്രയോഗിച്ച് ശ്രീധരനെ കമഴ്ത്തിക്കിടത്തി. പിന്നെ അയാളുടെ കൈകൾ രണ്ടും പിന്നിലേക്കാക്കി സുധിയുടെ കയ്യിലുണ്ടായിരുന്ന തോർത്തുകൊണ്ട് കൈകൾ വരിഞ്ഞു കെട്ടി. തേറികളടക്കം പലതും അവരെ പറഞ്ഞ് ശ്രീധരൻ ഒച്ചയുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അതോടെ രാജേഷ് എഴുന്നേറ്റ് ചെന്ന് അവിടെ സോഫയിൽ കിടന്നിരുന്ന പത്രം കീറി ചുരുട്ടി അയാളുടെ വായിലേക്ക് തള്ളി കയറ്റി വെച്ചു. പിന്നെ അവൻ സാവിത്രിയുടെ നേർക്ക് നോക്കി. അവർ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. തന്നെയും എന്തെങ്കിലും ചെയ്യുമോ എന്നായിരുന്നു അവരുടെ പേടി. പക്ഷേ രാജേഷ് അവരെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ച ശേഷം കല്യാണിയുടെ നേർക്ക് നോക്കി. ബോധം മറഞ്ഞു കിടന്നിരുന്ന കല്യാണിയെ കണ്ടതും അവളുടെ അടുത്തേക്ക് ചെന്ന് പതിയെ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പിന്നെ അവളെയും താങ്ങിക്കൊണ്ട് മുറിയിലേക്ക് കയറി കട്ടിലിൽ കൊണ്ടുപോയി കിടത്തി. പിന്നെ ചെന്ന് കതക് കുറ്റിയിട്ട ശേഷം ലൈറ്റ് ഓണാക്കി. തിരിഞ്ഞു നോക്കിയതും കട്ടിലിൽ കിടക്കുന്ന കല്യാണിയിൽ അവൻ്റെ മിഴികൾ പതിഞ്ഞു. ഉള്ളിലെ ലഹരിക്കൊപ്പം വടിവൊത്ത അവളുടെ ശരീരം അവൻ്റെ സിരകളെ പതിയെ മത്തുപിടിപ്പിച്ചുകൊണ്ടിരുന്നു. കല്യാണിയുടെ ശരീരത്തിലൂടെ രാജേഷിൻ്റെ കണ്ണുകൾ ഇഴഞ്ഞു നടന്നു. സിരകളിൽ പടർന്നിരുന്ന ലഹരി അവനിൽ ഉന്മാദം നിറച്ചു. ഈ ശരീരം അതെനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. നേരം വെളുക്കും വരെ ഞാനിത് മതി വരുവോളം ആസ്വദിക്കും. രാജേഷിൻ്റെ ചുണ്ടിൽ ഒരു വഷളൻ ചിരി വിടർന്നു. ഒരു കൈകൊണ്ട് ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിക്കുന്നതിനൊപ്പം മറുകൈയാൽ കല്യാണിയുടെ ശരീരത്തിലൂടെ അവൻ അടിമുടിയൊന്ന് തഴുകി. കല്യാണിക്ക് ബോധം വന്നു തുടങ്ങിയിരുന്നു. ശരീരത്തിലൂടെ എന്തോ ഒന്ന് എഴയുന്ന പോലെ തോന്നിയതും അവൾ കണ്ണു തുറന്നു. തൊട്ടടുത്തു നിന്ന് തൻ്റെ ദേഹത്ത് സ്പർശിച്ചുകൊണ്ടിരുന്ന രാജേഷിനെ കണ്ടതും അവൾ ചാടി എഴുന്നേൽക്കാനൊരുങ്ങി. അടങ്ങി കിടക്കടി അവിടെ. ഇന്ന് നമ്മുടെ ആദ്യരാത്രിയാണ്. നമുക്കത് ശരിക്കൊന്ന് ആഘോഷിക്കണ്ടേ? കല്യാണിയെ ബലമായി പിടിച്ച് വീണ്ടും കിടത്തിക്കൊണ്ട് രാജേഷ് പറഞ്ഞു. എൻ്റെ വിടറ പൊട്ടി. കല്യാണി കുതറി മാറി രക്ഷപ്പെടാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ അവൻ്റെ കരുത്തിന് മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കല്യാണിക്ക് ആകെ ഭയം തോന്നി തുടങ്ങി. ഇനിയും അധിക നിമിഷം പിടിച്ചു നിൽക്കാൻ തനിക്ക് പറ്റിയെന്ന് വരില്ല. ശരീരം ആകെ തളരുന്ന പോലെ തോന്നുക. ആരെങ്കിലും ഒന്ന് രക്ഷിക്കാൻ വന്നിരുന്നെങ്കിൽ. അവസാന ശ്രമം എന്നോണം സർവ്വശക്തിയും എടുത്ത് കുതറിക്കൊണ്ട് അവൾ കാറിക്കൂവി ശബ്ദം ഉണ്ടാക്കി. കാർത്തിയോ മീനാക്ഷിയമ്മയോ കാശിയേട്ടനോ അതല്ലെങ്കിൽ വഴിയെ പോകുന്ന ആരെങ്കിലുമോ തൻ്റെ ശബ്ദം എങ്ങാനും കേട്ടാൽ രക്ഷിക്കാൻ വരുമെന്ന പ്രതീക്ഷ അവൾക്കപ്പോൾ ഉണ്ടായിരുന്നു. അവളുടെ ശബ്ദം വല്ലാതെ ഉയർന്നതും ബെഡ്ഷീറ്റിൻ്റെ ഒരറ്റം എടുത്ത് അവളുടെ വായിലേക്ക് അവൻ ധൃതിയിൽ കുത്തിക്കയറ്റി. നീ കിടന്ന് കാറിക്കൂവിയിട്ടൊന്നും ഒരു കാര്യമില്ല മോളെ. എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്നൊന്നും നീ വിചാരിക്കണ്ട. ഇവിടെ ഒരു പട്ടി നിന്നെ രക്ഷിക്കാൻ വരില്ല. രാജേഷ് ഒരു ചിരിയോടെ പറഞ്ഞു. കല്യാണിയും കൊണ്ട് മുറിയിൽ കയറിയ രാജേഷ് അവളെ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്നോർത്ത് ചിരിക്കുകയായിരുന്നു സുധിയും ജോഷിയും. തൻ്റെ മോളെ ഇനി താൻ വേറെ കെട്ടിച്ചു കൊടുക്കുന്ന ഞങ്ങൾക്കൊന്ന് കാണണം. ജോഷി നിലത്ത് കിടന്നിരുന്ന ശ്രീധരനെ നോക്കി പൊട്ടിച്ചിരിയോടെ പറഞ്ഞു. തൻ്റെ നിസ്സഹായാവസ്ഥ ഓർത്ത് ശ്രീധരൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എൻ്റെ മോള്. അയാളുടെ ഹൃദയം വിങ്ങി. അപ്പോഴാണ് ഉമ്മറവാതിൽ ആരോ ശക്തിയായി മുട്ടുന്ന ശബ്ദം കേട്ടത്. ഹാളിലിരുന്ന ജോഷിയും സുധിയും തെല്ലൊന്ന് ഭയന്നു. നാശം, ഈ നേരത്ത് ഇതാരാണാവും? ജോഷി പിറുപിറുത്തു. കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് സാവിത്രി രക്ഷിക്കണേ എന്നും പറഞ്ഞ് ഉറക്ക നിലവിളിച്ചു. ഒച്ചുണ്ടാക്കാതിരി ചൂലേ. ജോഷി അവരുടെ നേരെ ചെന്ന് ആക്രോശിച്ചു. അപ്പോഴേക്കും മുട്ടുന്നത് നിർത്തി ആരോ വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ ശ്രമിക്കുന്നത് പോലെ അവർക്ക് തോന്നി. 5-6 ചവിട്ടുകൾക്കപ്പുറം കൊളുത്തിളകി വീഴുന്നതിനൊപ്പം വാതിൽപ്പാളികൾ മലർക്കെ തുറന്നു വരികയും ചെയ്തു. വാതിക്കൽ നിൽക്കുന്ന ആളെ കണ്ട് സുധിയും ജോഷിയും ഒരുപോലെ ഞെട്ടി. കാശിനാഥൻ. അവർ ഭയത്തോടെ ആ പേര് ഉരുവിട്ടു. ഓട്ടം കഴിഞ്ഞു വന്ന് വീടിൻ്റെ മുറ്റത്ത് ഓട്ടോ ഇട്ട് ഇറങ്ങാൻ നേരത്തായിരുന്നു കല്യാണിയുടെ നിലവിളി കാശിനാഥൻ കേട്ടത്. ആദ്യം മൈൻഡ് ചെയ്യാതെ പോവാൻ ഒരുങ്ങിയതാണ്. പക്ഷെ വീണ്ടും അവളുടെ ദയനീയ സ്വരം കേട്ടതും കാര്യമായ എന്തോ പ്രശ്നമുണ്ടെന്ന് കാശിനാഥന് മനസ്സിലായി.
അടുത്ത നിമിഷം തന്നെ മതിൽ ചാടി എത്തിയതായിരുന്നു കാശിനാഥൻ. ഒരൊറ്റ നിമിഷം കൊണ്ട് അകത്തേക്ക് കുതിച്ച കാശിനാഥൻ മുന്നിൽ നിന്ന ജോഷിയെ ഒരൊറ്റ തൊഴിക്ക് തന്നെ നിലത്തേക്കിട്ടു. പെട്ടെന്ന് ചാടി വീണ് കാശിനാഥൻ്റെ പിന്നിലൂടെ സുധി അവനെ വട്ടം പിടിച്ചു. കാശിനാഥൻ കുതറി നോക്കി. സുധി പിടിവിട്ടില്ല. അടുത്ത നിമിഷം മറ്റൊന്നും ആലോചിക്കാതെ അവൻ സുധിയുടെ കാലിൽ ആഞ്ഞൊരു ചവിട്ട് കൊടുത്തു. വേദന കൊണ്ട് പിടിവിട്ട സുധി ചവിട്ടേറ്റ കാലും പിടിച്ച് വായുവിൽ ഒന്ന് ഉയർന്നുയാടി. അപ്പോഴേക്കും ചവിട്ടേറ്റ് നിലത്ത് വീണുപോയ ജോഷി ചാടി എഴുന്നേറ്റ് വന്ന് കൈ ചുരുട്ടി കാശിനാഥൻ്റെ മുഖത്തടിക്കാൻ നോക്കി. പക്ഷേ കാശിനാഥൻ അതിവിദഗ്ധമായി മുഖം വെട്ടിച്ചൊഴുകി മാറി. എന്നിട്ട് ജോഷിയുടെ മൂക്ക് നോക്കി ഒരു ഇടി കൊടുത്തു. മൂക്കും പൊത്തി വേദനയോടെ കാറിയ ജോഷിയെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് ആഞ്ഞൊരു തള്ളും കൊടുത്തു. ഉമ്മറത്തെ തൂണിൽ ചെന്നിടിച്ച ജോഷി തെറിച്ച് മുറ്റത്തേക്ക് വീണു. പിന്നെ സുധിയുടെ നേർക്കൊരു നോട്ടം നോക്കിയതും സുധി പേടിയോടെ മുറ്റത്തേക്കോടി. സാവിത്രി എഴുന്നേറ്റ് ഭിത്തിയോട് ചേർന്ന് നിന്നു. അവരുടെ കവിളത്ത് ജോഷിയുടെ കൈവിരൽപ്പാടുകൾ ചുവന്നു കിടപ്പുണ്ട്. ശ്രീധരൻ അതേ കിടപ്പിൽ തന്നെയായിരുന്നു. ഹാളിലെ ബഹളം കേട്ട് കല്യാണിയുമായുള്ള ബലപ്രയോഗം അവസാനിപ്പിച്ച് കതക് തുറന്ന് രാജേഷ് പുറത്തു വന്നു. മതമിളകിയ കൊമ്പനെ പോലെ കരിത്തുള്ളി നിൽക്കുന്ന കാശിനാഥനെ കണ്ടതും തെല്ലൊരു ഭയം രാജേഷിന് തോന്നാതിരുന്നില്ല. എങ്കിലും രണ്ടും കൽപ്പിച്ചവൻ അലറിക്കൊണ്ട് കാശിനാഥൻ്റെ നേർക്ക് ചെന്നു. കൈവീശി കാശിയെ അടിക്കാൻ ഒങ്ങിയതും ആ കൈ തടഞ്ഞുകൊണ്ട് അവൻ്റെ അടിനാഭി നോക്കി ഒരു തൊഴി കാശി കൊടുത്തു. അവിടം പൊത്തി പിടിച്ചുകൊണ്ട് വേദനയിൽ പുളഞ്ഞവൻ നിലത്തേക്കിരുന്നു പോയി. വായിലെ തുണി മാറ്റി കല്യാണി ചാടി എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. തല്ലാൻ റെഡിയായി നിൽക്കുന്ന കാശിയും നിലത്ത് വേദന കൊണ്ട് പുളയുന്ന രാജേഷിനെയും കല്യാണി മാറി മാറി ഒന്ന് നോക്കി. കാശിനാഥൻ കല്യാണിയുടെ നേർക്കൊന്ന് നോക്കി. ആകെ ഭയന്നു പോയ മുഖം. ആ മുഖം കണ്ടതും കാശിനാഥൻ്റെ ഉള്ളിൽ അവളോട് എന്തുകൊണ്ടോ ഒരു സഹതാപം തോന്നിപ്പോയി. കാശിനാഥൻ മുന്നിൽ നിൽക്കെ ഭയം തന്നെ വിട്ടുമാറുന്നത് കല്യാണിയും അറിഞ്ഞു. അപ്പോഴാണ് നിലത്ത് കിടക്കുന്ന ശ്രീധരനെ അവൾ ശ്രദ്ധിച്ചത്. കല്യാണി ഓടിച്ചെന്ന് അയാൾക്ക് അരികെ ഇരുന്നു. അയാളുടെ കൈകൾ കൂട്ടിക്കെട്ടിയിരുന്നത് അഴിച്ചുമാറ്റി. കൈകൾ സ്വതന്ത്രമായതും ധൃതിയിൽ അയാൾ വായിൽ തിരുകിയ പേപ്പർ കഷ്ണങ്ങൾ വായിൽ നിന്നെടുത്ത ശേഷം കിതപ്പോടെ 2 വട്ടം ചുമച്ചു. അപ്പോഴേക്കും ബഹളം കേട്ട് കാർത്തിയും പെട്ടെന്ന് മതിൽ ചാടിയെത്തി. മീനാക്ഷിയമ്മ റോഡ് വഴി അവിടേക്ക് നടന്നു. കാർത്തിയെ കൂടി കണ്ടതോടെ ജോഷിയും സുധിയും വേഗം റോഡിലേക്ക് ഓടി. കാർത്തി അത് കണ്ടുകൊണ്ട് അകത്തേക്ക് കയറി ചെന്നു. അപ്പോഴാണ് രാജേഷ് എഴുന്നേൽക്കാൻ തുടങ്ങുന്നത് അവൻ കണ്ടത്. കല്യാണിയുടെയും ശ്രീധരൻ്റെയും മുഖഭാവം കണ്ടതിൽ നിന്ന് തന്നെ അവിടെ എന്താവും നടന്നതെന്ന് കാർത്തി ഊഹിച്ചു. ദേഷ്യത്തോടെ കാർത്തി എന്ന് രാജേഷിനെ നെഞ്ചും കൂടി നോക്കി ആഞ്ഞൊരു ചവിട്ട് കൊടുത്തു. രാജേഷ് പിന്നോക്കം മലർന്ന് തലയടിച്ച് വീണുപോയി. നോക്കി നിൽക്കാതെ പോലീസിനെ വിളിക്കടി കല്യാണി. ഈ നാറിയെ ഇനി പുറത്തിറങ്ങാത്ത വിധം നമുക്ക് പൂട്ടാം, കാർത്തി ആവേശത്തോടെ പറഞ്ഞു. അപ്പോഴേക്കും മീനാക്ഷിയമ്മയും അവിടെ എത്തിയിരുന്നു. അവിടെ ആകെ നോക്കിയതിൽ നിന്നും അവരുടെ എല്ലാ മുഖഭാവത്തിൽ നിന്നും എന്താണ് അവിടെ അരങ്ങേറിയതെന്ന് ഏകദേശം ധാരണ മീനാക്ഷിയമ്മക്കും കിട്ടി. മോളെ പോലീസിനെ വിളിക്കുക, മീനാക്ഷിയമ്മയും അഭിപ്രായപ്പെട്ടു. പോലീസൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, സാവിത്രിയെ പറഞ്ഞത്. അതെന്താ സാവിത്രി, ഇവനെയൊക്കെ പോലീസിൽ ഏൽപ്പിക്കണം, എങ്കിലേ ഇനി ഇങ്ങനെ ഉണ്ടാവാതിരിക്കും. രാജേഷിനെ ഒന്ന് നോക്കിയ ശേഷം മീനാക്ഷിയമ്മ പറഞ്ഞു. നിങ്ങളുടെ കാര്യം നോക്കുതല്ലേ, ഇവിടുത്തെ കാര്യം എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം, സാവിത്രി അരിശത്തോടെ പറഞ്ഞു. അത് കേട്ടതോടെ കാശിനാഥൻ ദേഷ്യത്തിൽ അവരെ ഒന്ന് നോക്കിയ ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. തുടരും.